ഛായാമോ ധവളാവഗുണ്ഠണവതി തേജോമയീ നൈഷ്ഠികീ സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതി മന്ദസ്മിതശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീ മധുസിദ്ധസൂക്തിം അമൃതാനന്ദാത്മികാ ഈശ്വരീ ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്വചംഭൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേഭി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാം ശാഖാ വന്ദേ വാത്മീകി കോകിലം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരിചാസുരമേതു കൊന്നു. വേഗേന നടക്കൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതരായ രാഘവൻ തിരുവടി 4-5 ശരപാട് നടനോരനന്തരം ബാലകൻ വരദീശ ദൂരവേ കാണാനായി വന്നു. ലക്ഷ്മണൻ വരുന്നത് കണ്ടു രാഘവൻ താൻ മുൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞില്ലല്ലോ പരമാർത്ഥം ഇക്കാലം ഇവനെയും
വഞ്ചിക്കുന്ന ദേവത്ര രക്ഷോ നായകൻ കൊണ്ടുപോയതു മായാ സീതാലക്ഷ്മി ദേവിയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. സർവദിക് സർവീശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകനജലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയന കണ്ടാനന്ദാത്മകൻ ജഗന്മയൻ മായാ മനുഷ്യഭാവനെ ദുഃഖിച്ചിടിനാൽ മായാ മനുഷ്യൻ മൃതാത്മക്കളെ ഒപ്പിപ്പിനായി തത്വജ്ഞന്മാർക്ക് സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായകയാ. ഓം അമൃതേശ്വരി നമഃ. അധ്യാത്മരാമായണം ആരണ്യകാണ്ഡത്തിലെ സീതാന്വേഷണ ഭാഗമാണ് ഇന്നിവിടെ പാരായണം ചെയ്തിരിക്കുന്നത്. കാനനത്തിലെ കഠിന ജീവിതവുമായി ഇണങ്ങിച്ചേർന്ന ജനകപുത്രി സീതാദേവിയെ പഞ്ചവടിയിൽ വെച്ച് രാക്ഷസനായ രാവണൻ അപഹരിക്കുന്നു. മായാവിദ്യയാലും കാപട്യത്താലും മാരീചന്റെ സഹായത്താലാണ് രാവണൻ സീതാദേവിയെ അപഹരിച്ചത്. സീതാദേവിയുടെ ആഗ്രഹപ്രകാരം ശ്രീരാമചന്ദ്രൻ മാനിന്റെ വേഷം ധരിച്ച മാരീചനെ തേടി പുറപ്പെട്ട നേരമാണ് രാവണൻ ഭിക്ഷുവേഷത്തിൽ വന്ന് സീതാദേവിയെ അപഹരിക്കുന്നത്. മാരീചവധത്തിനു ശേഷം തിരികെ ആശ്രമത്തിലെത്തിയ ശ്രീരാമാദികൾ സീതാദേവിയെ കാണാതെ പരിഭ്രമിച്ചു. ശ്രീരാമനാകട്ടെ കാനനത്തിലെ സർവ്വചരാചരങ്ങളോടും തന്റെ പത്നിയെ അന്വേഷിക്കുന്നു. നഷ്ടങ്ങൾ സമ്മാനിക്കുന്ന തീവ്രവേദന എത്രമാത്രമാണെന്ന് ശ്രീരാമചന്ദ്രന്റെ സീതാന്വേഷണത്തിൽ പ്രകടമാകുന്നു. തനിക്കേറെ പ്രിയപ്പെട്ടവ നഷ്ടമാകുമ്പോൾ അതിൽ വേദനിക്കുന്ന ഒരു വ്യക്തിയുടെ മനോവ്യഥ മനോഹരമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഓം നമഃ ശിവായ.